വണ്ടർലൈൻ ഡ്രീം വേൾഡും ഒക്കെ കണ്ട് മടുത്തവരുടെ ഇടയിലേക്കാണ് കേട്ടോ നമ്മുടെ ഈ നാട്ടിലെ കൊച്ചൊരു ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാൻ വരുന്നത്. അതായത് പെരിയാർ ഫെസ്റ്റിവൽ എന്നാണ് ഇതിൻ്റെ പേര്. പെരിയാർ നടക്കുന്നതുകൊണ്ട് ഇതിന് പെരിയാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നു. വലിയതായിട്ടൊന്നും ഇല്ല, 2-3 റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. പിള്ളേരെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയവർക്ക് കാണാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് എൻ്റെ വന്നതിന് തൊട്ട് മുന്നേ ആണ് കേട്ടോ. അപ്പോൾ പാസ് പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കാട്ടിൽ ഒരു 10-15 റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് 2-3 ഒന്നും ഓടുന്നുണ്ടായിരുന്നില്ല. ഓടിയത് ഇതൊക്കെ തന്നെ. നമ്മുടെ കുട്ടി കയറിയിട്ടുണ്ടായിരുന്നത് ഇതിലായിരുന്നു. അവന് പേടിയൊന്നുമില്ല, അവൻ തന്നെ അതിലൊക്കെ കയറണമെന്ന് പറഞ്ഞു. പക്ഷേ വലിയ റൈഡുകളിൽ പോലും കുട്ടികൾക്ക് പോലും എമൗണ്ട് കുറവല്ലായിരുന്നു കേട്ടോ. വലിയവരുടെ അതേ എമൗണ്ട് തന്നെ കുട്ടികൾക്കും വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് മറ്റിങ്ങനെ ബോളൊക്കെ വെച്ചിട്ട് എറിയുന്ന ഒരു സംഭവമില്ലേ, ഗ്ലാസ്സൊക്കെ അടുക്കി വെച്ചിട്ട് അതുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുന്നതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബോൾ ഉരുട്ടുന്നതുണ്ടായിരുന്നു. അങ്ങനെ ഒരു വഴി ഞങ്ങളുടെ ഒരു 300 രൂപ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ അതൊരു അഡിക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് എറിഞ്ഞു നമുക്ക് കിട്ടിയില്ല, പിന്നെ നമ്മൾ അഡിക്റ്റഡ് ആവുന്ന പോലെയാണ്. അതായത് ഒന്ന് എറിഞ്ഞു കിട്ടിയില്ല, പിന്നെ നമ്മൾ ഒന്ന് എറിയും, അങ്ങനെ തന്നെ നിന്ന് പോകും. അങ്ങനെ തന്നെ നമ്മൾ കുറേ പൈസ പോയി കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ 18-19 എങ്ങാണ്ട് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാണ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുക. ഞങ്ങൾക്ക് ചെറിയൊരു ഒരു പാത്രം പോലത്തെ അങ്ങനത്തെ 2-3 സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയാലുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങോട്ട് പോകുന്നു. പിന്നീട് കുറച്ച് ബജ്ജിക്കടകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് പിന്നെ 2 ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ പോന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിനായിട്ട് കുട്ടിയെ കാണിക്കുക, അവൻ്റെ സന്തോഷം, അവനെ കുറച്ച് റൈഡുകൾ എല്ലാത്തിലും അവൻ കയറാത്തൊന്നുമില്ല. പക്ഷേ ഒരാൾക്ക് 80 രൂപ. ഇതിലൊക്കെ ഈ കാണുന്നതിനകത്തൊക്കെ 80 രൂപയാണ് വലിയവർക്ക്. കുട്ടികൾക്കും 80 രൂപ തന്നെ അവർ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇത്ര എൻജോയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ ഈ ട്രെയിൻ പോകുന്നില്ല, ഇതിൻ്റെ നടുക്ക് ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് അതിനകത്താണ് കേട്ടോ അവർ കഴിയുന്നത്. അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സത്യം. അവരവരുടെ എന്താണ് ആ ഗ്രൗണ്ടിനുള്ള വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള എമൗണ്ടേ വാങ്ങുന്നുള്ളൂ. പരമാവധി ഒരു 80 രൂപയൊക്കെ, ഒരു റൈഡിന് 80 രൂപ. അപ്പം അത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു ഫെസ്റ്റിവൽ.